ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ പടം കണ്ടു. ഇതിന്റെ റിവ്യൂ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ ഏതായാലും കണ്ടതല്ലേ അപ്പൊ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. എനിക്ക് ഈ പടം കണ്ടിട്ട് ഒരുമാതിരി വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതി എന്നുള്ള ഇതല്ലാതെ എനിക്ക് വേറൊന്നും തോന്നിയില്ല. പുള്ളി ഈ പോക്കാണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ പുള്ളി ഫീൽഡ് ഔട്ട് ആവും. ഒന്നാമതേ പുള്ളിയുടെ പടം എല്ലാം പൊട്ടി പൊട്ടി വരിക. ഈ പടത്തിൽ കൊള്ളാന്ന് ആദ്യത്തെ ഒരു പാട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഫൈറ്റ് ഉണ്ട്. അതും ഒഴിച്ചാൽ പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ പരസ്പര ബന്ധം ഇല്ലാത്ത രീതിയിലൊക്കെ എന്തൊക്കെയോ അവർ കാണിക്കുന്നു എന്നുള്ള ഇതല്ലാതെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ജയറാമിനെയൊക്കെ വിളിച്ച് വെറുതെ ഒരു കോമാളി രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സൂര്യയുടെ ഭയങ്കര ഡൈഹാർട്ട് ഫാൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കാണണം. എന്തോ നീ കാണിച്ചു വെച്ചേക്കുന്ന വൻ കോമഡി ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു ഇത്. അതായത് കാർത്തിക് സുബ്രാജിന്റെ പടം. പിന്നെ അഭിനയത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു നായകനും ഉള്ളതുകൊണ്ട് പടം നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സൂര്യ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനകത്തെ ഫൈറ്റ് ഒക്കെ ചെയ്യാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അത് മാത്രം പോരല്ലോ. എന്തോ പുള്ളി ഇപ്പൊ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ടൊരു പച്ച പിടിക്കുന്നില്ല. അതായത് കങ്കുയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളിലൊക്കെ കുറച്ച് മെച്ചപ്പെട്ട പടം തന്നെയാണിത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഏതായാലും. പിന്നെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാം. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനകത്ത് പിന്നുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നായികയാണ്. അതായത് ബാക്കി സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ജോജു ജോർജ് ഒക്കെ ഉണ്ട്. ജോജു ജോർജ് ഓക്കെ എന്നുള്ളൊരിതേ എനിക്ക് തോന്നിയുള്ളൂ. അതായത് ചുരുക്കം പറഞ്ഞ സൂര്യയുടെ ഒരു കംബാക്ക് ചിത്രമായിട്ട് വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ആ ഒരു കംബാക്കിന് വേണ്ടി ഇനിയിപ്പം സൂര്യ ഫാൻസ് ആണേലും അല്ലാത്തവരാണേലും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അടുത്ത സിനിമയിലെങ്കിലും പുള്ളി തിരിച്ചു വരും. ഏതായാലും നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, ബൈ.